ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ക്ലിപ്പി മാസ്കിനെ കുറിച്ചും അതുപോലെ തന്നെ ആൽഫ ലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന പാറ്റേണിൽ, പക്ഷേ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. അതെന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമുക്കത് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 2, അതായത് ഇൻട്രൊഡക്ഷൻ ടു ഐബിസ് പെയിൻറ്റെക്സ് എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടൂൾസ് പഠിച്ചു. ടൂൾ ബോക്സിലെ ടൂൾസിനെ കുറിച്ച് പഠിച്ചു, ലെയർ പാനൽ എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിനെ കുറിച്ച് പഠിച്ചു. ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെയ്ഡിങ് ടെക്നിക്സൊക്കെ കുറച്ചും കൂടിയും ബെറ്റർ ആക്കാനുള്ള ഓപ്ഷൻസ് ആയിട്ട് വരുന്ന നമ്മുടെ ലെയർ പാനലിൽ വരുന്ന ഓപ്ഷൻസാണ് ക്ലിപ്പി മാസ്കും അതുപോലെ തന്നെ ആൽഫ ലോക്കും. അപ്പോൾ ഇതെന്താണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഐബിസ് പെയിൻറ്റെക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഐബിസ് പെയിൻറ്റെക്സ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈ ഗാലറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലിപ്പിംഗ് മാസ്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ആൽഫ ലോക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. സോ നമുക്ക് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം തന്നെ ആ പ്ലസ് ഐക്കൺ അമർത്തി ഞാൻ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്ലൈഡർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഡീഫോൾട്ട് ആയിട്ടുള്ള സൈസുകൾ, ക്യാൻവാസ് സൈസുകളുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചസിലും mm-ലും നമുക്ക് സൈസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ തൽക്കാലം ഈ സ്ലൈഡർ യൂസ് ചെയ്തിട്ട് ഇതിൽ മാക്സിമം കിട്ടുന്ന സൈസ് ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഒരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ ക്വാളിറ്റിയിൽ തുടരണോ അല്ലെങ്കിൽ ഇതിൽ ചെറിയ സൈസ് അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം ചിലപ്പോൾ ആപ്ലിക്കേഷൻ സ്ലോ ആവാൻ സാധ്യതയുണ്ടെന്നാണ്. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാൻവാസ്. ഒരു സമചതുരം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, കാരണം ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡ്വാൻസ് ഓപ്ഷൻസിനെ കുറിച്ച് പഠിച്ചു. അഡ്വാൻസ്ഡ് ഓപ്ഷൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഓക്കെ, ടൂൾ ബോക്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. ടൂൾ ബോക്സ്, അതുപോലെ തന്നെ ക്വിക്കായിട്ട് എടുക്കുന്ന ഓപ്ഷനെ കുറിച്ച് പഠിച്ചു. പെന്ന് അല്ലെങ്കിൽ നമുക്ക് പെൻ ടൂളിനെ കുറിച്ച് പഠിച്ചു. കളർ പാനലിനെ കുറിച്ച് പഠിച്ചു. ഫുൾ സ്ക്രീൻ ഓപ്ഷനെ കുറിച്ച് പഠിച്ചു. അൺഡു, അതുപോലെ തന്നെ റീഡ്യൂ, പിന്നെ ലെയർ പാനൽ, ബാക്ക് ബട്ടൺ, ഇത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ തന്നെ ടൂൾ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രഷിൻ്റെ ഐക്കണിലാണ് വരിക. ഓക്കെ, ഈ ഒരു ഭാഗത്തായിട്ടൊരു ബ്രഷിൻ്റെ ഐക്കണിലാണ് വരിക. ഫോൺ യൂസ് ചെയ്ത് വരയ്ക്കുന്നവരാണെങ്കിൽ, ടാബ്ലറ്റോ ഐപാഡ് ആണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഇൻ്റർഫേസ് പോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കംഫർട്ടായിട്ട് വരയ്ക്കാൻ വേണ്ടിയിൽ നിങ്ങൾക്ക് ഫോണിൽ യൂസ് ചെയ്ത് വരയ്ക്കുന്നവരാണെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്ക്, അതായത് ഫോൺ ലാൻഡ്സ്കേപ്പിലേക്ക് പിടിച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര പോർഷൻസാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ തന്നെ നമ്മൾ ലെയർ പാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലെയർ പാനൽ കാണാം ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ക്ലിപ്പിംഗ്, അതുപോലെ തന്നെ ആൽഫ ലോക്ക്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ് നമുക്കിത് യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ക്ലിപ്പിംഗ് മാസ്ക് എന്താണെന്ന് പറയാം. ക്ലിപ്പിംഗ് മാസ്ക് പേരിൽ തന്നെ ഉണ്ടല്ലേ, മാസ്ക് ചെയ്യുക അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുക. അതായത് നമ്മളൊരു സബ്ജക്റ്റോ ഒരു ഒബ്ജക്റ്റോ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഷേപ്പ് എന്തോ ആയിക്കോട്ടെ വരക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സിംഗിൾ കളറായിരിക്കില്ല എന്തായാലും ഒരു സബ്ജക്റ്റിന്. ഇപ്പം നിങ്ങളൊരാളെ ഫേസ് വരയ്ക്കുകയാണ്, ഒരിക്കലും ഒരു സിംഗിൾ കളർ അല്ലെങ്കിൽ സിംഗിൾ ഷെയ്ഡ് ആയിരിക്കില്ല അയാളുടെ ഫേസിലുള്ളത്. ഹൈലൈറ്റ്സ് വരും, ഡാർക്ക് ഷെയ്ഡോ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് കടന്നു വരും. അപ്പോൾ ഈ ഷെയ്ഡ്സ് നമുക്ക് കറക്റ്റായിട്ട് ഡ്രോ ചെയ്യണം അല്ലെങ്കിൽ വരയ്ക്കണം, പെയിൻറ് ചെയ്യണം. ആ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾ ചെയ്യുന്ന ഷെയ്ഡ്, നിങ്ങൾ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനും പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഔട്ട്ലൈൻ വരച്ചതിലും പുറത്തേക്ക് പോയി പിന്നീട് അത് നിങ്ങൾ ഇറേസ് ചെയ്യും, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഇറേസ് ചെയ്യുകയും പിന്നെ അത് കറക്റ്റായിട്ട് ഇറേസ് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഷെയ്ഡിങ്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിലേക്ക് കറക്റ്റായിട്ട് ഷെയ്ഡിങ് വരാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ
ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി. ഇനി ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആൽഫ ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? സെയിം ഓപ്ഷൻ തന്നെയാണ്. അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് സെയിം ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഷെയ്ഡ് നമ്മൾ വരയ്ക്കുന്ന ഒബ്ജക്റ്റോ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു ഷേപ്പോ എന്താവട്ടെ അതിലേക്ക് ഷെയ്ഡിനെ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ മാസ്ക് ചെയ്യുക എന്നുള്ളതാണ് ആൽഫ ലോക്കിൻ്റെയും ഒരു ഉപയോഗം എന്ന് പറയുന്നത്. പക്ഷേ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്. ആ ഡിഫറൻസും നമ്മൾ ഇനി വീഡിയോയുടെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരൊറ്റ ലെയർ ഉള്ളൂ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലെയർ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഭാഗങ്ങളുടെ പ്രിവ്യൂ ഈ കാണുന്ന ഭാഗത്താണ് വരാം. ഇതാണ് പ്രിവ്യൂ വരുന്ന ബോക്സ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആവശ്യം ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുമ്പോൾ സിംഗിൾ ലെയറിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വരയ്ക്കുന്ന സബ്ജക്റ്റ് ഈ ഒരു ലെയറിലാണ് സബ്ജക്റ്റ് വരയ്ക്കുന്നത് എന്ന് വിചാരിക്കുക. നമ്മൾ മറ്റൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കണം മാസ്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഡ്രോയിങ് ടൂൾ കാണാം. അതിൽ ഞാൻ ഒരു സർക്കിൾ എടുക്കുകയാണ്. ഓക്കെ, സർക്കിൾ എടുത്തിട്ടുണ്ട്. ആ സർക്കിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫില്ല് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഫില്ല് ഇത് ഓഫ് ആയിരിക്കണം. അതുപോലെ തന്നെ സർക്കിൾ, അതായത് ഡ്രോയിങ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സർക്കിൾ ആയിരിക്കണം എടുത്തിരിക്കേണ്ടത്. ജസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ, അതായത് നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഓക്കെ, ഞാൻ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെൻറ്ററിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ടച്ച് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഞാൻ സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഔട്ട്ലൈനോടുകൂടി ഒരു സർക്കിൾ വന്നു. ഇനി ഇതിലേക്ക് ഒരു കളർ ഫില്ല് ചെയ്യണം. ഈ ഫില്ല് ചെയ്യാൻ പോകുന്ന കളറിനെ നമ്മൾ ബേസിക് കളർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു സർക്കിൾ വരച്ചിരിക്കുന്നത് ഒരു ഫേസ് ആയിട്ട് നിങ്ങൾക്ക് കണക്കൂട്ട് ഇതൊരു ഫേസ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതൊരു ഫേസ് ആണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് നമ്മൾ സ്കിൻ കളേഴ്സ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. സ്കിൻ കളേഴ്സ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന കളർ എന്ന് പറയുന്നത് ബേസ് കളറാണ്. ബേസ് കളർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഷെയ്ഡ്, അതായത് ഡാർക്ക് ഷെയ്ഡ് നമ്മൾ ആഡ് ചെയ്യും. മൂന്നാമതായിട്ട് ലൈറ്റ് ഷെയ്ഡ് ആഡ് ചെയ്യും. നാലാമതായിട്ട് ഹൈലൈറ്റും ആഡ് ചെയ്യും നമ്മൾ. ഓക്കെ, ഹൈലൈറ്റും നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഫേസ് ആണ് ഇത് വരയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഫേസ് ആയിട്ട് കണക്ക് കൂട്ടി ഈ സർക്കിളിനെ ഇതിലേക്ക് നമ്മളൊരു കളർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ പാനൽ എടുത്തു. ഒരു കളർ ഞാൻ എടുക്കുകയാണ്. ഒരു സ്കിൻ കളറിനോട് ചേരുന്ന ഒരു ബേസ് കളർ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ബക്കറ്റ് ടൂൾ എടുക്കുകയാണ്. ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്തു. അപ്പോൾ സ്കിന്നിൻ്റെ ബേസ് കളറാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡാർക്കും ലൈറ്റും ഹൈലൈറ്റും കൊണ്ടുവരണം. ഓക്കെ, ഞാൻ സെയിം ലെയർ എടുക്കാതെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് അറിയാം ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പുതിയൊരു ലെയർ നമ്പർ 2 വന്നിട്ടുണ്ട്. നമ്പർ 1ലാണ് നമ്മൾ ഷേപ്പ് വരച്ചത്, സർക്കിൾ വരച്ചത്. ഓക്കെ, അപ്പോൾ നമ്പർ 2ലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാനിതിൽ ഡാർക്കിലേക്ക് കൊണ്ടുവരാണ് ആ കളറിനെ. നമുക്കിനി ഒരു ബ്രഷ് സെലക്ട് ചെയ്യണം. ഞാനിതിൽ എയർ ബ്രഷാണ് എടുക്കുന്നത്. എയർ ബ്രഷിൻ്റെ സൈസ് കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇവിടെ ഷെയ്ഡ് ചെയ്യുകയാണ്. കണ്ടോ, ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഷേപ്പിൻ്റെ പുറത്തേക്ക് ഷെയ്ഡ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഷെയ്ഡ് പോകുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇറേസർ എടുത്തിട്ട് ഇതിങ്ങനെ ഇറേസ് ചെയ്ത് സാവധാനം ടൈം എടുത്ത് ഇറേസ് ചെയ്ത് പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയേണ്ട ഒരു പ്രവണതയാണ് പിന്നീട് ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ വീണ്ടും പെയിൻറ്റ് ചെയ്യും. അതായത് വീണ്ടും ബ്രഷ് എടുത്തിട്ട് വീണ്ടും പെയിൻറ്റ് ചെയ്യും, വീണ്ടും പുറത്തേക്ക് പോവും. അങ്ങനെ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ ഈ ടൈം വേസ്റ്റ് ചെയ്യാതെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എങ്ങനെ ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെയറിനെ താഴെയുള്ള ലെയറിലേക്ക് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ സബ്ജക്റ്റുള്ള
ലെയറിന് മുകളിലായിരിക്കണം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുന്ന ലെയർ ഉണ്ടാവേണ്ടത്, ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്ന ലെയർ ഉണ്ടാവേണ്ടത്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ലെയറിനെ, രണ്ടാമത്തെ ലെയറിനെ നമ്മൾ ഈ ഒരു ലെയറിലേക്ക് ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ജസ്റ്റ് സെക്കൻഡ് ലെയർ സെലക്ട് ആണോ നോക്കാം, ഈ ഒരു ഓപ്ഷൻ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഐക്കൺ വന്നിരിക്കുന്നത്. അതിനർത്ഥം എന്ന് വെച്ചാൽ ഇതിൽ എന്ത് ചെയ്താലും, ഈ ലെയറിൽ എന്ത് ആക്ഷൻസ് നടന്നു കഴിഞ്ഞാലും ഈ താഴെയുള്ള ലെയറിലേക്കാണ് വരിക, പ്രതിപാദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത് നോക്കാം. നമുക്ക് ബ്രഷ് എടുക്കാം, എയർ ബ്രഷ് എടുത്തു, ഷെയ്ഡ് ചെയ്യുകയാണ്. കണ്ടോ, ഇപ്പം എന്താ സംഭവിക്കുന്നത്, ഷെയ്ഡ് പുറത്തേക്ക് പോകുന്നില്ല, നമ്മൾ ക്ലിപ്പ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് മാത്രമാണ് ഷെയ്ഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡാർക്ക് കളറാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കാം. ഇപ്പുറത്ത് ഞാൻ ലൈറ്റ് ആയിട്ടുള്ളൊരു കളർ കൊടുക്കുകയാണ്. കണ്ടോ, ഇനി കുറച്ച് വൈറ്റ് കളർ കൊടുക്കാം, ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷൻ. കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള, ഹെവി ഡാർക്കായിട്ടുള്ളൊരു കളർ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനും അപ്പോൾ കുറച്ചുകൂടിയും എളുപ്പമായിട്ടാണ് വരാം ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ക്ലിപ്പിംഗ് മാസ്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സമയമെടുത്ത് ഷെയ്ഡ് ചെയ്ത് ഇതേപോലെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിക്ക് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്ലിപ്പിംഗ് മാസ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്കിന്നൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഫ ലോക്കിനെ കുറിച്ചാണ്. ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ആൽഫ ലോക്ക്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് കാണിക്കാം. ഈ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയാണ്. ക്ലിപ്പിംഗ് മാസ്ക് കളഞ്ഞു, ക്ലിയർ ചെയ്യുകയാണ്. ഈ ലെയറും ഞാൻ ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഒരു സിംഗിൾ ലെയർ വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ നേരെ വീണ്ടും ഡ്രോയിങ് ടൂൾ എടുക്കുകയാണ്. സർക്കിൾ എടുത്തു, ചെറിയൊരു സർക്കിൾ ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കളറ് ഞാൻ ഫില്ല് ചെയ്യുകയാണ്. പെയിൻ ബക്കറ്റ് ടൂൾ എടുക്കുക, ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തപ്പോൾ നമ്മളൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലെയറിനെ ക്ലിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ആൽഫ ലോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ലെയറിൽ തന്നെ നമുക്ക് ഷെയ്ഡ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ആൽഫ ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാമല്ലോ, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, അതായത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് ആൽഫ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ലോക്കായിട്ടുണ്ട് അത്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഡാർക്ക് കളർ എടുക്കുകയാണ്. ഡാർക്ക് കളർ എടുത്തു, ബ്രഷ് എയർ ബ്രഷ് എടുക്കുകയാണ്. മാക്സിമം സൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഷെയ്ഡ് ചെയ്യാണ് ഞാൻ. ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്യാണ്, കണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതായത് സെയിം പ്രോസസ്സ് അല്ലെങ്കിൽ സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, പക്ഷെ എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസം. മറ്റേത് ഒരു സെപ്പറേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിൽ സെപ്പറേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആ ഒരു ലെയറിൽ തന്നെയാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇറേസർ എടുക്കാം. ഇറേസർ എടുത്തിട്ടൊന്ന് നോക്കാം. കണ്ടോ, ടോട്ടലായിട്ട് ഇറേസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അൺഡു ചെയ്യാൻ പറ്റും നമുക്ക്. ആ ഷെയ്ഡ് ചെയ്യുന്നതിൽ തെറ്റ് പറ്റി അൺഡു ചെയ്യാൻ പറ്റും. പക്ഷേ ഇറേസ് ചെയ്യുമ്പോൾ ആ ഷെയ്ഡിൽ എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോൾ നമുക്കിങ്ങനെ ഇറേസ് ചെയ്ത് കളയുമ്പോൾ മൊത്തമായിട്ട് ഇറേസ് ചെയ്ത് പോകും. നേരെ മറിച്ച് ക്ലിപ്പിംഗ് മാസ്ക് ആണെങ്കിലോ സെപ്പറേറ്റ് ലെയറിലാണ് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ ആ ലെയർ ഡിലീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ലെയറിലെ കണ്ടന്റിനെ ഇറേസ് ചെയ്ത് കളഞ്ഞോ നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമ്മളെ ബേസ് കളറ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട്, പക്ഷേ സെയിം ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലിപ്പിംഗ് മാസ്ക് എന്നും എന്താണ് ആൽഫ ലോക്ക് എന്നും നിങ്ങൾ പഠിച്ച് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയാം. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സ്പെഷ്യൽ പെൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രഷിനെ കുറിച്ചാണ്. ഈ ഒരു ഓപ്ഷൻ സ്പെഷ്യൽ ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ഓപ്ഷൻസും സെറ്റിങ്സും ഉള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.